ഹായ് ഹലോ ഗൈസ്, നമ്മുടെ സ്റ്റോറി ഹൗസിൻ്റെ ടോക്ക് ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 വർഷമായിട്ട് കണ്ടന്റ് എന്താ, റീൽ എന്താന്നൊക്കെ നമ്മൾ മലയാളികൾ അറിഞ്ഞു തുടങ്ങുന്ന അന്ന് തൊട്ട് നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന SKJ ടോക്സിന്റെ ടീമാണ്. സോ വെൽക്കം ഗൈസ്. എന്തൊരു ഉഷാറില്ലാത്ത ഇപ്പൊ ഓക്കെ. ഞാൻ തന്നെ വിചാരിച്ചു എന്തോന്ന് പെട്ടെന്ന് സീരിയസ് ആയല്ലോ എന്ന്. അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഇവരെ അറിയാം. അപ്പൊ റിയൽ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാന്ന് ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരുന്നു. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ അല്ല, അതിൻ്റെയൊക്കെ മുമ്പ് ഒരു കാര്യം, ഇതെന്താ സംഭവം? കണ്ണിലടിക്കുന്ന സാധനം എന്താ? ഞങ്ങൾക്കുള്ള എന്തെങ്കിലും ആണോ? അതോ അതിങ്ങനെ റിഫ്ലക്ഷൻ അത് ടേബിൾ ഓർണമെന്റ്. ഓക്കെ. അല്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ആദ്യമായിട്ട് നിങ്ങൾ വെൽക്കം ഒക്കെ ചെയ്തപ്പോൾ വിചാരിച്ചു എന്തോ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് വെൽക്കം ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഐശ്വര്യം നോക്കട്ടെ, ഫസ്റ്റ് എപ്പിസോഡായിട്ട് ആദ്യം. അല്ല, അടുത്ത എപ്പിസോഡിൽ വന്ന അപ്പോഴും വെൽക്കം തരാം. നിങ്ങൾ ആദ്യം വിളിക്കണമെന്ന് ഞാൻ ആദ്യം തീരുമാനിക്കട്ടെ. പറഞ്ഞത് എന്തായാലും കറക്റ്റാണ്. ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താ വേണ്ട, ഓപ്പൺ ചെയ്യട്ടെ? ചെയ്യട്ടെ, ഓക്കെ അല്ലേ? ഞാൻ എന്തിനാ ചെയ്യുന്നേ? മുതലാളിക്ക് ഇരിക്കട്ടെ. മനസ്സിലായോ? തൊപ്പിയാണെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ സ്റ്റോറി ഹൗസിന്റെ ക്യാപ്പാണ്. നേരെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഇതൊക്കെ ഉണ്ട്, കണ്ടോ? ചുമ്മാ ലോഗോ ഒക്കെ ഉണ്ട്. ചന്തത്തിന് ഒന്നല്ല വെക്കണം, വെച്ച് നല്ല ലോഗോ. ആ ലോഗോ നല്ലതെന്ന് ഞങ്ങൾക്കും അറിയാം. അതങ്ങോട്ട് വേറെ ചെയ്ത് കാണിക്കും. അത് കുഴപ്പമില്ല, ക്യാമറയിൽ വെറുതെ ഉണ്ടല്ലോ. സ്റ്റൈല് കുറയാതിരിക്കാൻ വേണ്ടിട്ട് ക്യാപ്പ് വെക്കാതിരിക്കുന്നു ഗൈസ്. എന്താ വെക്കാത്ത? അല്ല, എനിക്കില്ലല്ലോ, എനിക്കതിന്റെ ആവശ്യമില്ല. കണ്ടോ, ഒരു വിലയില്ല ഗൈസ്. നമ്മള് ശരി, നമ്മളെ എംബ്ലം അവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അഭിനയിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ റിയൽ ലൈഫിൽ ഞങ്ങൾ എങ്ങനെ അഭിനയിക്കുന്നതാണോ? അല്ല, അഭിനയിക്കുകയാണെന്ന് അപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഭയങ്കര അഭിനയമാണ് കേട്ടോ. താങ്കളോടല്ല ചോദ്യം, ഇവിടെ റിയൽ ലൈഫ് റോളിൽ നിന്ന് മൾട്ടിപ്പിൾ റോൾസ് ആണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്. അല്ലാതെ SKJ ടോക്സിൻ്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ 2020-ലാണ് SKJ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം കോണ്ടൻസുകൾ ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊരു ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. SKJ ടോക്സ് എന്ന് പറഞ്ഞാൽ സുജിത് KJ, അതാണ് SKJ എന്ന് പറഞ്ഞാൽ ആയത്. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ടോക്ക് രൂപേണ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടത്. അതിനുശേഷം ലൈക്ക് രേവതിയുടെ ബ്രദർ വൈശാഖ്, നമ്മൾ രണ്ടുപേരും ആക്ച്വലി നെയ്ബേഴ്സും കൂടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിലും ഒരു ലൈക്ക് പാഷനറ്റ് ആണ് ഫിലിം മേക്കിങ്ങിൽ. അപ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് അല്ല, എനിക്ക് സോഷ്യൽ കോണ്ടന്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പുള്ളിക്കാരന് ഫിലിം മേക്കിംഗ്. അപ്പോൾ ഈ രണ്ടും കൂടി ക്ലബ് ചെയ്താണ് നമ്മൾ ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ഫോർമാറ്റിൽ SKJ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി എൻ്റെ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ലൈക്ക് കോഡ് ഓഫ് ദ എക്സ്ട്രോണറി മൈൻഡ് എന്ന് പറഞ്ഞ വിഷൻ ലഖ്യാനിയുടെ ഒരു ബുക്ക് വായിക്കുകയുണ്ടായി. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും പലപ്പോഴും നമ്മുടെ കരിയറിനാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫോക്കസ് കൊടുക്കുന്നത്. നമ്മുടെ ടൈമും എനർജിയും എല്ലാം പലരും നമ്മുടെ കരിയറാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ചാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ മൂവ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ലൈഫിൽ പല ഘടകങ്ങളുടെ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സ്ട്രോർഡിനറി ലൈഫ് എന്ന് ആവുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ആ ബുക്കിലൂടെയാണ് കിട്ടിയത്. അപ്പോൾ അതിലുള്ളൊരു ഒരു കോർ കോൺസെപ്റ്റ് ആയിരുന്നു ഹ്യൂമാനിറ്റി പ്ലസ് കമ്പനി. അതായത് നമ്മൾ എന്ന വ്യക്തി വളരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനി നമ്മൾ വളരുന്നതിൻ്റെ കൂടെ പറ്റും സമൂഹത്തിനും ഒരു മാറ്റം ഉണ്ടാവണം. അതായത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു ചിന്ത വന്നത്. അതായത് ലൈക്ക് വാട്ട് വിൽ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ അതേഴ്സ് ആസ് വെൽ. അപ്പോൾ ഈ പല കാര്യങ്ങളെയും കൂടി കോർത്തിണക്കിക്കൊണ്ട് ആണ് SKJ ടോക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തുന്നത്. അതായത് നമുക്ക് ലൈക്ക് ഹെൽത്ത് ആവട്ടെ, ഇൻ്റലക്ച്വൽ ലൈഫ് ആവട്ടെ, ഇമോഷണൽ ലൈഫ് ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, പാരൻറ്റിങ് ആവട്ടെ, ഫിനാൻസ് ആവട്ടെ, കരിയർ എക്സ്പീരിയൻസ്, അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയസിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കരിയർ മാത്രം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മറ്റുള്ള സമൂഹത്തിലുള്ളവർക്കും ഈ ഒരു കണ്ടന്റ്, അതായത് ഈ ഒരു കാര്യത്തെ പറ്റി അറിവ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റേഞ്ച് ഓഫ് ടോപ്പിക്സും അത് തന്നെയാണ്. പാരൻറ്റിങ്, റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരൻറ്റിങ്, ഇത്തരം കൺസെപ്റ്റുകൾ മാത്രം വെച്ചാണ് നമ്മുടെ വീഡിയോസും ബിൽഡ് ചെയ്യുന്നത്. രേവതി, റിയൽ ലൈഫിൽ ഞാൻ ഇപ്പോൾ നമുക്കൊരു ഓണായിട്ട് ബിസിനസ് ഉണ്ട്, അതാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ആക്ടിങ് സൈഡിലൂടെ ഉണ്ട്. ഫസ്റ്റ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമ്മൾ കസിൻസ് ആണ്. അപ്പോൾ നമ്മൾ കോവിഡ് ടൈമിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഞാനും എൻ്റെ ബ്രദറും ചേട്ടനുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും നമ്മൾ അതായത് ചെയ്യേണ്ട കയ്യിൽ ഒരു OnePlus ഫോൺ ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടന്റ്സ് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളല്ലാതെ വെളിയിൽ നിന്ന് ഇപ്പം ആള് വന്നിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ എൻ്റെ ചേട്ടനും കൂടി തന്നെയായിരുന്നു ഡയറക്ഷനും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം. എഡിറ്റിംഗ് ആണെങ്കിലും ഫോണിൽ തന്നെയൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ലൈറ്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ സീറോ കോസ്റ്റ് ആ രീതിയിലായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ നമുക്ക് മെമ്പേഴ്സ് വന്നു തുടങ്ങി. ഇപ്പം ഇതിലുള്ള പരുൺ ചേട്ടൻ, ജയറാം ചേട്ടൻ അവരൊക്കെ ചെയ്യേണ്ട സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരാണ്. നമ്മുടെ ഈ കണ്ടന്റ്സ് കാണുകയും അത് അത്രയും റീച്ച് ആയപ്പോൾ അവർ തന്നെ പലരും വാട്സപ്പിൽ തന്നെ ഇത് കുറേ സർക്കുലേറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും അവർക്കും ആക്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ അവർ വന്ന് അങ്ങനെ ഇപ്പം ഇത്രയും എല്ലാവരുമായിട്ട് ഇപ്പം ഇത്ര ഒരു ബിഗ് ഫാമിലി ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു സ്റ്റേജിൽ 6 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ്ലി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റീല് ചെയ്തോ ഷോർട്ട് ഫിലിം ചെയ്തോ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്ന ഈ ആൾക്കാര് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവർ എപ്പോഴും ഉണ്ടാവാറുണ്ട്? ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ ചിലപ്പോൾ എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യത്തില്ലായിരിക്കാം, കോൾ ചെയ്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോൾ കണ്ടാലും നമുക്ക് എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോ അവിടെ വെച്ച് ബിഗിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്താലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് നമുക്കിടയിൽ എല്ലാവർക്കും ഇടയിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലിന്ന് ലിറ്ററലി പറഞ്ഞത്. നമുക്ക് ഇൻ കേസ് ഷൂട്ടിംഗ് സ്പേസിന് വന്നാൽ പോലും ഒരു വർക്കിന് നമ്മൾ വരുവാണെന്നുള്ളൊരു ഫീല് നമുക്കങ്ങനെ വന്നിട്ടില്ല. നമ്മളെല്ലാവരും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് മൊമെന്റ്സ്, ആ ഒരു എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് നമ്മളെല്ലാവരും തമ്മിലുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ടാണ് ശരിക്കും വീഡിയോയുടെ ഔട്ട്പുട്ടിലും കിട്ടുന്നത്. കാരണം നമ്മൾ തമ്മിൽ എല്ലാവരും ആ ഒരു കെമിസ്ട്രിയും കാര്യം ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് ആ ഒരു ഔട്ട്പുട്ടിൽ ആ ഒരു ഇത് വരാറുണ്ട്. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അത് കഴിഞ്ഞു ജോലി. നിങ്ങൾ എല്ലാവരും ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്? മെക്കാനിക്കലായിരുന്നു ചേട്ടൻ. ഞാൻ MBA ആയിരുന്നു. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. മെക്കാനിക്കലിന്റെ ബ്രാഞ്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോയി. ഒബ്വിയസ്ലി അന്ന് ഈ സിനിമ ഭയങ്കര ആഗ്രഹമാണെങ്കിലും എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ ജോലിക്ക് പോകുന്നു. ജോലി കുറേ നാൾ കഴിയുന്നു, ജോലി വിടുന്നു. പിന്നെ സിനിമ എന്ന് പറഞ്ഞിറങ്ങി. പിന്നെ കഴിഞ്ഞൊരു 11 വർഷമായിട്ട് ജോലി ഇല്ല. ജോലിക്ക് പോയ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നം വെച്ചാൽ IT-യിലായിരുന്നു. അപ്പോൾ IT-യിലാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇടയ്ക്ക് ആർക്കെങ്കിലും ചാൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളികൾ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റിന്റെ റിലീസോ പ്രശ്നമൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു 8-10 തവണ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചാൽ പിന്നെ ജോലി വിട്ടേക്കാം, കുറേ വിളി വരുന്നുണ്ടല്ലോ. അതിനുശേഷം എനിക്ക് പിന്നെ വിളിയേ വന്നില്ല. അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു 11 വർഷത്തിന്റെ ഇടയിൽ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു, കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു, പിന്നെ കുറച്ച് സാധനങ്ങൾ ഡയറക്റ്റ് ചെയ്തു, 7 സീരിയലിൽ പോയി. പിന്നെ കുറേ പരിപാടി ഇങ്ങനെ കറങ്ങി അവസാനം SKJയിൽ കുറേ ലേറ്റായിട്ടാണ് ഞാൻ വരുന്നത്. SKJയിൽ ഞാനിപ്പോൾ എനിക്ക് 1 വർഷം അടുപ്പിച്ചായിട്ടുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര രസമാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേവതി പറഞ്ഞ പോലെയാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഡ്രസ്സ് പോലും മാറണ്ട, നേരെ അങ്ങ് പോയാൽ മതി. ഒരു കയ്യിലുള്ള സാധനമൊക്കെ എടുക്കുക, നേരെ അവിടെ പോവുക, അവിടെ ഫുഡ് പരിപാടി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഷൂട്ട് എന്ന് വെച്ചാൽ ഹാപ്പിനെസിന്റെ ഇടയിൽ കൂടെ ഷൂട്ടും കൂടെ നടക്കുക, അത്രേ ഉള്ളൂ. ഷൂട്ട് ചെയ്യാൻ വേണ്ടി അല്ല പോകുന്നത്. അങ്ങനെ ഭയങ്കര വൈബിൽ നമ്മൾ അടിച്ചു പൊളിച്ച്, അത് ഭയങ്കര എക്സ്പീരിയൻസ്. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. ഒരു സ്കൂട്ടി എടുക്കുക, നേരെ പോവുക, ഹായ് 2 ദിവസം അങ്ങനെ ഒരു പരിപാടി. ഇതാണ് ചുരുക്കി പറഞ്ഞത്. ഇപ്പോൾ 11 വർഷമായിട്ട് ജോലിയിൽ കയറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഒരു ഫുൾ ടൈം ആക്ടിങ് കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു വൈഫ് അവരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത്? വൈഫിനെ ഞാൻ വളരെ ബുദ്ധിപൂർവ്വം ഞങ്ങൾ ഇൻഫോ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാൻ അപ്പം തന്നെ എനിക്കറിയാം, അത് അന്നെന്ന് വെച്ചാൽ നമുക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു നോം പോലെയായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രായത്തിലെ. അപ്പം എന്നെ ഞാൻ നല്ല പ്രായമാണ്, എനിക്ക് 10-38 വയസ്സായി. അപ്പം അന്ന് തന്നെ വൈഫിനോട് ഞാൻ പറഞ്ഞു, നമ്മൾ കല്യാണം കഴിക്കുന്നു, അത് ഞാൻ ഉടനെ ജോലി വിടും, തന്നെ സപ്പോർട്ട് ചെയ്തോണം, ഞാൻ പെട്ടെന്ന് സിനിമയിൽ കയറും. അപ്പം ഇവളും വിചാരിച്ച് ഞാൻ രക്ഷപ്പെടുമെന്ന്. ഇത് ഒരു പരിധിയില്ലേ, ഇത് 10-11 വർഷമായില്ലേ ഞാൻ. അപ്പം പക്ഷേ ആള് ഭയങ്കര സപ്പോർട്ടാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി എത്രയും പെട്ടെന്ന് ഞാൻ രക്ഷപ്പെട്ടോണം. അങ്ങനെയാണ് പരിപാടി. മിക്കവാറും ഏതാണ്ട് അതിന്റെ ഒരു വക്കീലാണ് പരിപാടി. അപ്പൊ വൈഫ് ഇപ്പൊ എങ്ങനെയാണ്? സപ്പോർട്ടീവ് ആണോ? വൈഫ് സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ഒന്നും എതിർത്തിട്ടില്ല ഇതുവരെ. എന്റെ അനിയനും ആക്ടറാണ്. അപ്പൊ ഞങ്ങൾ 2 പേരും പിഴച്ചുപോയി. അപ്പം കുടുംബത്തിൽ മറ്റേ ഏതോ പടത്തിൽ ഒരുത്തം മാക്രി വേറെ മറ്റോ മിമിക്രി എന്ന് പറയുന്ന പോലെ 2 പേരും ഇതിൻ്റെ അകത്താണ്. എന്ത് ചെയ്യും? അമ്മയ്ക്ക് അച്ഛനും നോക്കാനല്ലേ പറ്റും, കണ്ടോണ്ടിരിക്കാനല്ലേ പറ്റും. അച്ഛനും മരിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, അച്ഛന് പെൻഷൻ ഇല്ല, അമ്മയ്ക്കും പെൻഷൻ ഉണ്ട്. അമ്മയ്ക്ക്
അല്ല അതൊന്നും അവർക്കേ തികയില്ല അതൊന്നും. മറ്റേ ഇത് റീലിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പെൻഷൻ ഉണ്ട് കൂടെ അതുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ വീട്ടിലൊന്നും പരിപാടിയൊന്നും നടക്കില്ല. ഇവളാണ് എല്ലാം നോക്കുന്നത്. വൈഫ് കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പം തമാശയ്ക്ക് പറയുകയാണെങ്കിലും അല്ലാതെ വട്ടച്ചെലവിന് പരിപാടി കിട്ടും ഇടയ്ക്ക്. എല്ലാ മാസവും എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന പരിപാടി ഞാൻ ഒപ്പിച്ചുകൊണ്ടൊക്കെ വരും, രക്ഷപ്പെടും. അല്ല, ഒപ്പിച്ചോണ്ട് വരുന്ന പറഞ്ഞ എന്തെങ്കിലും തല്ലുവിളിത്തരാണോ? തല്ലുകൊടുത്തരല്ല, പൈസ അത് കാര്യമില്ല. സംസാരം കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ ചോദിക്കണം. നമ്മളൊരു 30,000 രൂപ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അപ്പം തന്നെ 60,000 രൂപയുടെ കടം കാണും. അപ്പൊ വരുന്നു, അവർക്ക് കൊടുക്കുന്നു, കഴിഞ്ഞു. അങ്ങനെ റോൾ ചെയ്ത് പരിപാടി പോകുന്നുണ്ട്. നോക്കാം, പോകുന്നുണ്ടല്ലോ, മൂവ് ചെയ്യും. അല്ല, പാഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ജോക്സ് അപ്പാർട്ട്, ഇതില്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നും ചെയ്താലും സന്തോഷം കിട്ടൂല. അപ്പം പിന്നെ ആക്ടിങ് മാത്രം എന്ന് പറഞ്ഞ് നിൽക്കാതെ അതിൻ്റെ അകത്ത് പാരലായിട്ട് നമ്മൾ എഴുത്ത് പരിപാടി, AD പരിപാടി, എന്താണെങ്കിലും ലൈറ്റ് വീഴുന്ന സ്ഥലത്ത് എന്ത് വർക്കാണെങ്കിലും റെഡിയാണ്. അപ്പോൾ അത് സിനിമ അല്ലെങ്കിൽ മീഡിയ, ഈ സിനിമ തന്നെയാണ്. സിനിമ എന്നുള്ള പരിപാടി എവിടെ അതിൻ്റെ എന്തുണ്ടെങ്കിലും അവിടെ പോയി നിൽക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതാണത്. ജോലിയായിട്ട് തോന്നൂല. മറ്റേത് ജോലിയായിട്ട് തോന്നിയിരുന്നു ഒരു സമയത്ത്, അതുകൊണ്ടാണ് വിട്ടത്. ഗുഡ് ഫോർ യു. ഇവിടെ ശ്രേയ. ഞാനെന്ന് പറയുന്നത് ഞാൻ BA ആൻഡ് MA ജേർണലിസം ബാക്ക്ഗ്രൗണ്ടാണ്. ഡിപ്ലോമ അതിലാണ് ചെയ്തത്. അതിനുശേഷം കുറേയധികം ജോലികളും കൗമുദിയിൽ ആങ്കറായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ ഇപ്പോൾ ഹെൽത്ത് മിഷനിലാണ് വർക്ക് ചെയ്യുന്നത് കൺസൾട്ടൻ്റായിട്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചേട്ടനോട് പറയുന്ന കാര്യമാണ്, അത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് എൻ്റെ ലൈഫിൽ SKJ ടോക്സ് എന്ന് പറയുന്നത്. കാരണം ഒക്ടോബർ 2023 കയറുന്നു. ഇപ്പോൾ 3 years ആയി. അത് സത്യം പറഞ്ഞാൽ 3 വർഷവും ഈ പറഞ്ഞ ഫാമിലി തന്നെയാണ്. ഓരോരുത്തരുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്. എന്താ പറയുന്നത്, പുതിയതായിട്ടൊന്നും ഇപ്പം ശ്രീജിത്തേൻ്റെ കൂടെ ഞാൻ എപ്പിസോഡ്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് ഓരോരുത്തരെ അറിയാം. അവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഭയങ്കര സന്തോഷമുള്ളൊരു, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് ലൈഫിൽ ഒരു പോസിറ്റീവ് സ്പേസിൽ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ പറ്റുക. അതിന് SKJ ടോക്സ് ബെസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, ചേട്ടൻ്റെ പോലെ എനിക്ക് വീട് അടുത്താണ്, കിള്ളിപ്പാലത്താണ്. അപ്പം നേരെ വണ്ടി എടുത്ത് സുജിത്തേട്ടാ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പറഞ്ഞ പോലെ നമ്മൾ ഏത് വേഷത്തിലാണോ അതിൽ വരുന്നു, ആ ക്യാരക്ടറിന് എന്താണോ വേഷം അതിലോട്ട് അങ്ങ് ആവാഹിച്ച് കയറുന്നു, അത്രയേ ഉള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ചൊരു ഭയങ്കര സന്തോഷമാണ്. ഫാമിലിയിലായാലും ഇപ്പം എല്ലാവർക്കും ആദ്യം സപ്പോർട്ട് വേണമെന്നില്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ മേ ബി മിഡ് നൈറ്റ് ഒക്കെ ആവും ഷൂട്ട് കഴിയുമ്പോൾ. ചില സീക്വൻസ് ഒക്കെ നമ്മൾ മിഡ് നൈറ്റിന് വേണ്ടി വെച്ചേക്കും. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുഖം കറക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട് വന്ന് ഒരു 7-8 പേരിങ്ങനെ ഓ മോള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല എപ്പിസോഡായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അച്ഛനും അമ്മയും റിയലൈസ് ചെയ്യാൻ തുടങ്ങി, ഓ ഇത് ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവർ ഇപ്പോൾ ചേട്ടനായാലും ഒരു ഫാമിലി പോലെയാണ്. ആ പരിസരത്ത് വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറാതെ പോകത്തില്ല. നമ്മൾ അങ്ങനെയാണ്. അത് അത്രയും ഒരു ഭയങ്കര ഒരു ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ SKJയിൽ വരാൻ പറ്റിയതിൽ. ശരി, ഇനിയിപ്പോൾ എന്താ പറയാൻ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്, എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. അതിനുശേഷം പ്ലേസ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇൻഫോസിസ് ഒരു കമ്പനിയിൽ പോയി. പൂനെയിലായിരുന്നു കുറച്ച് ആളുകൾ. അപ്പോൾ അവിടെ നിന്ന് ഹിന്ദി കേന്ദ്ര വിദ്യാലയം പഠിച്ചത്. അപ്പോൾ ഹിന്ദി കുഴപ്പമില്ലാണ്ട് അറിയാം. അങ്ങനെ ഹിന്ദി നാടകങ്ങളൊക്കെ ചെയ്താണ് ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ മേടിച്ച് നാട്ടിലേക്ക് വരണം. കാരണം മലയാള സിനിമ ഇവിടെയാണല്ലോ. അങ്ങനെ മലയാളം ഫിലിം കോളിംഗ്, അതിനിടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു നാട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറമാൻ ഇപ്പോഴത്തെ വലിയ ക്യാമറമാനൊക്കെ. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു, നീ നാട്ടിൽ വന്നാൽ മതി, എല്ലാം സെറ്റാണ്. അങ്ങനെ നാട്ടിലെത്തി. പിന്നെ ഒന്നും സെറ്റായില്ല കുറച്ച് നാളത്തേക്ക്. പിന്നെ ഞാൻ നോക്കി ട്രിവാൻഡ്രത്ത് എത്തി. അതിനുശേഷം സിനിമ കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലുള്ളൊരു കമ്പനിയിൽ പോകണം. ഞാൻ ഉണ്ടായിരുന്ന കമ്പനി സിനിമ മലയാള സിനിമ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. സെയിം കമ്പനിയുടെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങോട്ട് പോയി. അല്ലല്ല, സെയിം കമ്പനിയുടെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് ആദ്യം ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്നാണല്ലോ ബാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്തി. വേറെ കൊച്ചിയിലും കൂടി ബ്രാഞ്ചുള്ള ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറി കൊച്ചി പോയി. അതിനുശേഷം സിനിമകൾ കുറച്ചെണ്ണം ചെയ്തു. ആദ്യത്തെ സിനിമ ബാങ്കിങ് അവേഴ്സ് 10 to 4 എന്ന് പറഞ്ഞ മൂവിയാണ് കേമോദ് സാർ ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം കുറേയേറെ ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഒരു പോയിന്റിൽ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്ത് പോയി. അതുകൊണ്ട് പരിചയപ്പെട്ടു പോയി. അങ്ങനെ പോയി. അതെ, കാരണം അപ്പം ഞങ്ങൾ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയി ഒരു 1-2 മണിക്കൂർ സിനിമ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ സിനിമയിലെ സീൻസ്, അവന് കുറേ സീൻസ് ബൈഹാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം പറയും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസൈൻ ചെയ്താണോ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയതാണോ? ഞാൻ റിസൈൻ ചെയ്തത്. അതെന്താ നമ്മൾ അങ്ങനെ പറയല്ലേ. കുറെ ടീ ബ്രേക്ക് ഒക്കെ കേട്ടപ്പോ എനിക്കൊരു ഡൗട്ട്. ഞങ്ങള് സ്മാർട്ടായിരുന്നല്ലോ. സ്മാർട്ട് വർക്ക് നമ്മൾ ചെയ്യും, പണിയെല്ലാം ചെയ്യും. 10 മണി പരിപാടി പെട്ടെന്ന് ചെയ്യും. പല ആൾക്കാർ ഇങ്ങനെ പതുക്കെ ചെയ്യും. നമ്മൾ പെട്ടെന്ന് ചെയ്യണം. കാരണം നമുക്ക് പോയിട്ട് സിനിമ ചെയ്യാനില്ലല്ലോ, വേഗം ചെയ്യാലോ അല്ലേ? അല്ല, പണി സീരിയസ്ലി നല്ല പണി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഒരു പോയിന്റിലെത്തിയപ്പം ഞാൻ 1-2 സീരിയലും ചെയ്തു. ഇങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ് ആയപ്പോൾ തോന്നി ഓക്കെ ഇവൻ ആദ്യം വിട്ടു ജോബ്. അതിനുശേഷം ഒരു വർഷം വിട്ടപ്പോൾ എൻ്റെ അടുത്ത് സരിൻ പറഞ്ഞു, അത് എടാ റിസ്ക് ആണ്, നീ ജോലി വിടരുത്, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ സരിൻ തന്നെ ഞാനും വിട്ടടാ. അങ്ങനെയായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീണ്ടും ഒന്ന് IT തിരിച്ച് കയറി. ഒരു 5 months കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇറങ്ങി. പിന്നെ ഇപ്പോൾ വീണ്ടും കയറി. ഇപ്പോൾ കയറിയിട്ടൊരു 7 months ആയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കണ എന്താണെന്ന് വെച്ചാൽ നമുക്ക്
ശ്രീജിത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഫിനാൻസ് പരിപാടി എല്ലാം കറക്റ്റായിട്ട് വർക്കായാൽ നമ്മൾ ഓക്കെ ആയിരിക്കും, കോൺഫിഡൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് നമ്മുടെ വർക്കിലും ബാധിക്കും. അപ്പോൾ ഇപ്പം SKGയിലേക്ക് വരികയാണെങ്കിൽ SKG ടോക്സിൽ ഞാനും ശ്രീജിത്തും ഏകദേശം ഒരു ടൈമിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ഒരു വർക്ക് സുജിത് ബ്രോ കാണുകയും അങ്ങനെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. അവിടെ എത്തിയപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്ത് വേറെ എക്സ്ട്രാ കുറച്ച് പറയേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി ഫുഡായിരിക്കും അവിടെ. അതും സുജിത് ബ്രോൻ്റെ അച്ഛനുണ്ട്, അച്ഛനാണെങ്കിൽ നമ്മളെ കൊണ്ട് തീറ്റിക്കും കുറേ. എന്നിട്ട് പുള്ളി എനിക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ പറയുന്ന പോലെ എനിക്കാണെങ്കിൽ ചായ കടുപ്പം പഞ്ചസാര കൂടുതൽ, അപ്പം എന്നോട് പറയും പഞ്ചസാര ഇത്രയൊന്നും കഴിക്കരുത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി അഭിനയിച്ചോളൂ, അപ്പോൾ കൂടി പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ശരിക്കും അറ്റ് ഹോം ഫീലാണ്. പിന്നെ ഇവരൊക്കെ നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ അഭിനയിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുന്നു. മൈക്ക് ഇതുപോലത്തെ മൈക്കാണ്, നമ്മൾ ഡബ്ബിങ് പിന്നെ ഇല്ല. അപ്പം ഇതൊരു ഡിസിപ്ലിൻഡ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ എപ്പോഴും ശ്രീജിത്തിനടുത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റാണ്, സുജിത് ബ്രോ നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടത് കൊണ്ടുപോകില്ല, ചെയ്യില്ല, ഉഴപ്പും. ഇവിടെ ഒരു ഡിസിപ്ലിൻ, ഒരു പാറ്റേൺ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ഷൂട്ടായിരിക്കും, അതിൻ്റെ അപ്കമിങ് ഫ്രൈഡേ റിലീസായിരിക്കും. അപ്പോൾ ഈ പെർസർവറൻസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പോവുക ചെറിയ തിങ്ങല്ല. അതും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ പേരൊന്നുമില്ല. നമ്മൾ വേറെ കുറച്ച് ചാനൽസും പുറത്തൊക്കെ പോയി അഭിനയിച്ചിട്ടുണ്ട്, ഈ യൂട്യൂബ് ചാനൽസിൽ, മെയിൻ മീഡിയ ചാനൽസിലൊക്കെ. അവിടെയൊക്കെ കുറേ ആൾക്കാർ എൻ്റെ പിന്നാമ്പുറത്ത് കാണും. ഇവിടെ പക്ഷേ ഹാൻഡ് പിക്ഡ് ആണ്. ഇപ്പോൾ ഒരാളായിരിക്കും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന, അയാൾ ക്യാമറയിൽ മിടുക്കനാണ്, പോസ്റ്റർ ചെയ്യുന്ന ആളാണ്, അയാൾ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇത് കൃത്യം പ്ലേസ്മെൻ്റ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്, ഹയർ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, നല്ല ആൾക്കാരെ പുള്ളി ഹയർ ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലോ. അതെ, അതിൽ മാത്രം എന്തോ ഒരു അപാകത. അത് കുഴപ്പമില്ല. എന്നിട്ട് അപ്പോൾ ബേസിക്കലി നമ്മൾ ആ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. നമ്മൾ 2 days ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെയാണ് എൻ്റെ ഫോർമാറ്റ്. നമ്മൾ വർക്ക് നമ്മൾ നോക്കുമ്പോൾ കുറേ പേര് ഇതിനെ എന്താ പറയുക കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് പേഴ്സണലി കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ ചാറ്റ് വരുന്നു. സിനിമാസ് കുറച്ചെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ടുള്ള, ഇന്നലെയും കൂടി ഏതോ ഒരു റാൻഡം ആളെന്നെ വൈക്കത്തുനിന്ന് വിളിച്ചേ ഉള്ളൂ. പുള്ളിനോട് ഭയങ്കര കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ ഒരു കണ്ടന്റ് ഇറങ്ങി. ആരാധകനായിരുന്നു. ആരാധനയ്ക്ക് അങ്ങനെ ജെൻഡർ ഒന്നുമില്ലല്ലോ, ആരാധന തോന്നുന്നവർ വിളിക്കും. അപ്പോൾ അവർ വിളിച്ച് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ല റെക്കഗ്നീഷനും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല പൈസയും സുജിത് ബ്രോ തരുന്നുണ്ട്, അത്യാവശ്യം നമുക്ക് നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ട് പോയി ചെയ്യാനും പറ്റുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അതെ. അപ്പോൾ റിയൽ ലൈഫ് നമ്മൾ കേട്ടു. നിങ്ങളിനി നിങ്ങളുടെ ഒരു റിയൽ ലൈഫിലേക്ക് മാറുമ്പോഴുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അതായത് ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാറില്ലേ? കാരണം ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുമായിട്ട് റിലേറ്റ് ആവണം എന്ന് നോക്കില്ല. ഇപ്പം ചില ക്യാരക്ടേഴ്സിൽ ഇപ്പം നമ്മൾ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മറ്റേ എന്താ പറയുക സൈക്കോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില സാധനങ്ങൾ ചെയ്യുന്നു, ടോക്സിക് സാധനങ്ങൾ. അപ്പം അത് ചിലപ്പോൾ മരിച്ചു കിടക്കുന്ന സാധനം ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് പറ്റത്തില്ല. അല്ലാണ്ടുള്ള ഇപ്പൊ ചില സാധനങ്ങൾ മേ ബി നമ്മുടെ ക്യാരക്ടറുമായിട്ട് റെസൊണേറ്റ് ചെയ്യണ ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ സൈക്കോ ക്യാരക്ടേഴ്സ് അത്രക്കാരൻ. അപ്പൊ ഇതിനകത്ത് ആരാ സൈക്കോ? എല്ലാവരുടെ ഉള്ളിൽ ഒരു എനിക്ക് കൂട്ടത്തിൽ ഒരാളെ തോന്നുന്നു. അല്ല, ഞാൻ പറയാൻ വരുന്ന ഞാൻ ആ പോയിന്റ് വന്നില്ല. ഓക്കെ, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഞാനേ റെഫറൻസ് എടുക്കുന്ന സമയത്ത് ഓരോ വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തരുടെ പ്രൊഫൈൽ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് സരിൻ്റെ നോക്കുന്ന ടോക്സിക് ലവ്, പാരനോയ, എന്താണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് മാത്രമേ തരുന്നുള്ളൂ? അല്ല, അതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നോക്കിയതിൻ്റെ കുഴപ്പമാണ്. ലേറ്റസ്റ്റ് ആയത് മാത്രം, മുകളിലുള്ളത് മാത്രം നോക്കിക്കൊണ്ടാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് ഫീൽഡിൽ വരുള്ളൂ. നമ്മുടെ സെർച്ച് റിസൾട്ട് അനുസരിച്ചായിട്ട് സെർച്ച് ചെയ്താണ്, ഏഡ് ചോദിച്ചാണ് ഗീവ് സൈക്കോ ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് പ്രൊഫൈൽ കൊടുത്താണ്. അതായിരിക്കും, അങ്ങനെ സജഷൻ തന്നായിരിക്കും. അതായത് ഇതിപ്പം പാരനോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ പുറത്തുനിന്ന് ഞാൻ റീല് ചെയ്തതാണ്. ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ ഞാനും രേവതിയും ശ്രേയയും അഭിനയിച്ച കണ്ടന്റാണ് ഈ ടോക്സിക് ലവ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ഇവളാണ് സൈക്കോ ശരിക്കും, പക്ഷെ അത് ഭയങ്കര വർക്കാണ്, നന്നായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു അവൾ ചെയ്തപ്പം. എന്തായാലും ഭയങ്കര ഹിറ്റാണ്. സമയമുണ്ടല്ലോ ഇനി. നിങ്ങളിപ്പോൾ ക്യാരക്ടേഴ്സ് ചെയ്തെന്ന് പറഞ്ഞു, ഒരുപാട് ഇപ്പോൾ ഈ 6 വർഷമായിട്ട് പലരും പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ടാവും. ഈ ക്യാരക്ടർ ചെയ്ത ശേഷം ഞാൻ ഭയങ്കര കിടിലമായിരുന്നു എന്ന് കണ്ണാടിയോ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് എനിക്ക് തന്നെ കിടിലം കൊണ്ടൊരു മൊമെന്റ് കാണൂലേ? സുജിത് ബ്രോനോട് ചോദിക്കാം, കാരണം എന്താ പറയുക സീരിയസ് ആയിട്ട് പിടിച്ചിരിക്കുന്നു. അല്ല, ബേസിക്കലി ഞാനൊന്നും അഭിനയിക്കുന്നില്ലല്ലോ, ഞാൻ ലാസ്റ്റ് വന്നിട്ട് സംസാരിക്കുന്നു, ഈ എൻ്റയർ ഷോർട്ട് ഫിലിമിന്റെ ഒരു മെസ്സേജ് അയക്കുന്നുള്ളൂ. അതൊന്നും ഓർമ്മിക്കരുത്.
അത് ഓർമ്മിപ്പിക്കൽ. അതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം, ആൾക്കാരെ വെച്ച് അഭിനയിപ്പിക്കാനുള്ള കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കയറി അഭിനയിക്കുന്നു. അതുകൊണ്ട് വീട്ടിലുള്ളവരെയൊക്കെ അഭിനയിപ്പിച്ചാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല, പണി അറിയാവുന്നവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. അതുകൊണ്ട് ആക്ടിങ്ങിലോട്ടൊന്നും ഞാൻ പിന്നെ തല കാണിക്കാൻ പോലും പോയിട്ടില്ല. പക്ഷെ കുറെ പേർക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. സ്റ്റിൽ കമന്റ്സ് ചെയ്യുമ്പോൾ ചോദിക്കും സുവിത്തേട്ടൻ എന്തുകൊണ്ട് അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതാണ് പറഞ്ഞത്, പണി അറിയാവുന്നവരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കുക, നമുക്കറിയാവുന്ന പണി നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ കമന്റ്സ് കാണുന്നത്. കാരണം രേവതിക്ക് എപ്പോഴും കമന്റ് വരും, ബ്യൂട്ടിഫുൾ രേവതി. അത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി അവളത് വായിക്കും. ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പലതിന്റെ ഇടയിൽ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലൊരു കാമുകിയെ കിട്ടിയിരുന്നെങ്കിൽ. കമന്റ് ഞാൻ കണ്ടില്ല എവിടെയാണല്ലേ. ഞാൻ എല്ലാം വായിച്ചു പഠിച്ചാണല്ലോ. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചോദിക്കാൻ വിചാരിച്ചു, റിയൽ ലൈഫിൽ ഏത് ടൈപ്പ് ഓഫ് ഭാര്യയെ കേക്കട്ടെ. ഹസ്ബൻഡ് അടുത്തും ചോദിക്കണം. പുള്ളി അതിന്റെ ആൻസർ ഇടാൻ പോയുള്ളൂ, സമ്മതിക്കത്തുണ്ട്. പുള്ളി അങ്ങനെ പറഞ്ഞു, ഇതുപോലൊരു ഭാര്യ. ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചത് അതിന്റെ അടിയിൽ എല്ലാവരും എനിക്ക് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ, ഓർമ്മയില്ലേ ആര്യായിട്ട് ചെയ്തത്. അല്ല, അവൻ പറഞ്ഞ കൗണ്ടർ പെട്ടു അത് കേട്ടില്ല. എങ്ങനെ ഇത് അവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മുടെ റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവും പലപ്പോഴും. അത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് ആൾക്കാരെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്. അതെ അതെ. എന്റെ വൈഫ്, ഞാൻ നേരത്തെ സപ്പോർട്ടിന്റെ കാര്യം ചോദിച്ചില്ലേ, പക്ഷെ അത് സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. അതായത് വൈഫ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ഭയങ്കര സെൻഡ് അടിച്ചു. ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഏതോ സിനിമ കണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഒരു ഇൻഷുറൻസ് എടുക്കും, ഞാൻ അതിൻ്റെ പ്രീമിയം എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ നീ ഇൻഷുറൻസ് എടുക്ക്, അതിൻ്റെ പ്രീമിയം അടയ്ക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് ആത്മഹത്യ ചെയ്യുമോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അതിൻ്റെ പൈസ കിട്ടും. അപ്പം അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അനാവശ്യം കാര്യങ്ങൾ പറയരുത്, ഇനി അതിൻ്റെയും കൂടെ പ്രീമിയം അടയ്ക്കാൻ എനിക്ക് വയ്യാന്ന്. അപ്പം അതാണ് ആ ഒരു ഇക്വേഷൻ. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ലൈക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആക്ച്വലി ഫാമിലി സപ്പോർട്ടാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ SK ടോക്സിൻ്റെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ലാസ്റ്റ് 6 years ആയിട്ട് സാറ്റർഡേ സൺഡേ ഞങ്ങളുടെ വീട്ടിൽ ഷൂട്ടാണ്. അപ്പം അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വലിയ ആൾക്കാർ വേണമല്ലോ. ഇത്രയും, അതായത് വീട്ടിലെ ഫാൻ പോലും ഇടാൻ സമ്മതിക്കില്ല, സൈലൻസ് ആണ്, ഫുൾ ടൈം സൈലന്റ് ആയിരിക്കണമല്ലോ ഈ ഷൂട്ടിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലൈക്ക് മോർണിംഗ് 7 മണിക്ക് തുടങ്ങി രാത്രി ചിലപ്പോൾ 1 മണിക്കായിരിക്കും തീരുന്നത്. അങ്ങനെ സാറ്റർഡേ സൺഡേ 6 years ആയിട്ട്. അപ്പോഴത്തേക്കും നമ്മളെല്ലാം നമ്മുടെ ഓരോ, അതും ഇവരെല്ലാം പറഞ്ഞ പോലെ നേരത്തെ ഇവരൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിലുള്ളവർ ആരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നാലല്ലോ ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒരു ക്രിയേറ്റീവ് പരിപാടിയും നടക്കൂല. സുജിത് ബ്രോ 1 വയസ്സുള്ള കൊച്ചിനെ വരെ പറഞ്ഞു പഠിപ്പിക്കുക സൈലൻസ് പറഞ്ഞാൽ മിണ്ടരുത്. അല്ല, അത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്ന വീക്കെൻഡുകളല്ലേ, ആ വീക്കെൻഡുകൾ ഇവർക്ക് ബ്ലോക്ക് ആവുമല്ലേ. ആ വീക്കെൻഡ് ഷൂട്ട് നടക്കുകയാണ് അവിടെ ആ വീട്ടിന്റെ അകത്ത്. അവരുടെ പേഴ്സണൽ സ്പേസും ആണല്ലോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ പറയുന്നത് നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇപ്പം മദർ-ഇൻ-ലോ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഓക്കെ ഈ വർക്ക് ചെയ്യുവാണ്, പിന്നെ ഈ പറയുന്നത് ഇപ്പോൾ കസിൻസ് അല്ലെങ്കിൽ ഇവരെല്ലാവരും അറിയാം. അപ്പോൾ അവർ കുറച്ചുകൂടെ ഓക്കെ ഇവർക്കൊരു സേഫ് സ്പേസിലാണ് ഇവർ പോകുന്നതെന്ന് അവർക്കും ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവരും ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ പോയാൽ നട്ടപ്പാരേക്കില്ല വരും, അത്രയും സമാധാനം 2 ദിവസം. കുഞ്ഞു കുട്ടികളെ വരെ ഫസ്റ്റ് ആദ്യമായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യം വരുമ്പോൾ അവർ കുറച്ചൊരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കൊച്ചിനെ വിട്ടിട്ടങ്ങ് പോകും. പിന്നെ അത് നിങ്ങൾ കൊണ്ടാക്കിയാൽ മതി. അല്ല, ഞാനെപ്പോഴും എന്നെ ആലോചിക്കും, എവിടെ ഇത് ആദ്യമായിട്ടാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. അവർ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുണ്ട്. എൻ്റെ അമ്മയുണ്ട്. വീട്ടിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ അമ്മയുടെ അമ്മ, ലൈക്ക് വൈഫിൻ്റെ അമ്മ, എല്ലാവരും അങ്ങനെ കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ വന്നാൽ പോലും അവർക്ക് കുഴപ്പമില്ല, വിട്ടിട്ട് തന്നെ പോകുന്നത്. ഏതാ ഡേ കെയറൊക്കെ ഉണ്ടാക്കിയത് പോലെ. എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇല്ലാന്ന് വെച്ചോളൂ, നമുക്ക് ആളുണ്ട്. ആരെങ്കിലും ഒരാൾ ഇപ്പം മേക്കപ്പ്, നമ്മുടെ ഒരു എപ്പിസോഡിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജനനി ചേച്ചിയുടെ അമ്മയെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് എടുത്ത് ആ ഒരു സീന് കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പേജ് ഇല്ല അവിടെ. എല്ലാം ഇങ്ങനെ ഒരു സ്മൂത്ത്, ചേട്ടൻ പറഞ്ഞ പോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത്രയും വർഷമായിട്ട് അത് കൊണ്ടുപോകുന്നു. അതുപോലെ ഈ ഒരു സാറ്റർഡേ സൺഡേ ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതൊക്കെ നമുക്കും തരും. അതായത് നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കാം, കിടക്കാം, കുടിക്കാം, അങ്ങനെ. അതുപോലെ അവിടെ എന്തുണ്ടാക്കിയാലും എന്ന് വെച്ചാൽ വേറെ ഫുഡും ഉണ്ട്. വേറെ ഫുഡും ഉണ്ട്. അവരുടെ സ്പെഷ്യൽ ജ്യൂസ് ഒക്കെ ഉണ്ട്, പീനട്ട് ബട്ടർ ജ്യൂസ്, ഷേക്ക്, കുറെ കാര്യങ്ങളുണ്ട്. ഷേക്ക് നമ്മളെ കംഫർട്ട് സ്പേസിലാക്കിക്കൊണ്ടാണത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു ഇഷ്യൂസ് ഇല്ല. ഇവര് രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കും.
അല്ല കറക്റ്റ് ആയിട്ടേ അവിടുന്ന് ജ്യൂസ് എന്ന് പറയുമ്പോ ഷെയ്ക്ക്. അല്ല ജ്യൂസിന്റെ കൂടെ ഷേക്ക് രണ്ടും ഉണ്ട് അങ്ങനെ. ഫാമിലി സപ്പോർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എനിക്കിത് പറ്റും, അല്ലെങ്കിൽ ഞാൻ കേപ്പബിൾ ആണ്. എനിക്ക് തോന്നുന്നു രേവതി നോർമലായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് കയറി ആക്ടിങ്ങിലേക്ക്. ആക്ടിങ് എന്നുള്ളൊരു മോഹം ഉണ്ടായിട്ടാണോ അല്ല നോർമലി അങ്ങനെ പോയത്? നോർമലാണോ അപ്പോൾ? അല്ല, ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ, ഒരു ആക്ടിങ്, ആ ഒരു പ്രതീക്ഷയെ ഇല്ലാത്തൊരു സമയത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ചേഞ്ചസും അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ PG ചെയ്യുന്ന സമയമാണ്, ഞാൻ MBA പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ കോവിഡ് ടൈമാണ്, അപ്പം ഓൺലൈൻ ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലാണ് ഈ പറഞ്ഞ ചേട്ടൻ വന്നിട്ട് എൻ്റെ ചേട്ടനുമായിട്ട് നമുക്കിങ്ങനെ ഷോർട്ട് ഫിലിംസ് പോലെ ഇത് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആയിട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അപ്പോഴൊന്നും ഈ പറഞ്ഞ ആക്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നും ഇല്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് ആളെ എടുക്കുന്നത്, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ കസിൻസ്, പുള്ളിയുടെ ഫാമിലി നമ്മുടെ ഫാമിലി ആയിട്ട് അങ്ങ് തുടങ്ങി, അങ്ങ് ചെയ്ത് പോകുന്നു. അതിനെക്കുറിച്ച് ഇപ്പം ഒരു ഷോർട്ട് എടുത്താലോ ഇത് പെർഫെക്റ്റ് ആണോ അല്ല അങ്ങനെ നമുക്ക് അറിയത്തില്ല. നമ്മൾ നമ്മുടെ ഒരു അപ്പോഴത്തെ ഒരു തുടക്കത്തിൽ ഒരു ആസ് എ ബിഗിനർ നമ്മൾ ചെയ്തു പോയി. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ റീച്ച് കിട്ടി, ആളുകൾ അത്രയും അക്സെപ്റ്റൻസ് തന്നു. അപ്പോഴാണ് ശരിക്കും ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയാലും ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാമല്ലേ, കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞ ആ ഒരു പോയിന്റ് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ വെളിയിൽ പോയാൽ തന്നെ ഒത്തിരി പേര് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. SK ടോക്സിലെ രേവ ചേച്ചി അല്ലേ, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആളല്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് സംസാരിക്കും. അവർ എന്താ പറയുക, അവരുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഒരു സംഭവം. കാരണം നമ്മൾ ഇപ്പോഴും വെളിയിൽ പോകുമ്പോഴത്തേക്കും നമ്മളെ ഒരാൾ എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുക മാസീവ് ചേഞ്ച് ആണ് അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉള്ളത് നോക്കുമ്പോൾ. ഇപ്പോൾ പാർട്ട്ണർ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പാർട്ട്ണർ വന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണാലോചനയോ അല്ലെങ്കിൽ പ്രേമോ ഒക്കെ, പ്രേമം ഓക്കെ, ആ സമയത്ത് കെട്ടാൻ പോകുന്ന കുട്ടി ഇതേ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഗുമ്മൊക്കെ കിട്ടിയില്ലേ? അല്ലല്ല, എൻ്റെ ഫുൾ ജേർണിയിൽ എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് ഞാൻ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പല എല്ലാവർക്കും പോലെ അപ്സ് ആൻഡ് ഡൗൺസിൽ എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്. കുറേ നാളത്തെ വളരെ കോൺഷ്യസ് തിങ്കിങ്ങിലൂടെ ഞാൻ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്ത് ലിറ്ററലി ഒരു ഇയേഴ്സ് 8 to 9 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ലൈഫിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഞാനൊരു വേഴ്സറ്റൈൽ പേഴ്സൺ ആണ്. അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് ആക്ടിങ്ങിന് പോകുമ്പോഴായാലും എന്തിനും ഓക്കെ നീ ട്രൈ ചെയ്ത് നോക്കുക, പക്ഷെ എന്തെങ്കിലും ഒരു വാണിംഗ് വരികയാണെങ്കിൽ അതൊരു മേ ബി ഈ പറയാറില്ലേ, നമ്മൾ പാർട്ട്നേഴ്സായിട്ട് കുറേ നടക്കുമ്പോൾ സിബ്ലിങ്സിനെ പോലെ ആവും എന്നൊക്കെ പറയാറുണ്ട്. അതായത് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട എന്തെങ്കിലും എനിക്ക് വരികയാണെങ്കിൽ അവൻ പറയും, അത് നീ ആലോചിച്ചിട്ട് കമ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ അതിലെന്തോ കാണും, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം SKJ എനിക്ക് വന്നപ്പോൾ ഹി വാസ് ലിറ്ററലി വെരി ഹാപ്പി. നീ നീ ചെയ്യുന്നൊക്കെ. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവന് മെസ്സേജ് ഇടുമ്പോഴും പറയും, ഞാൻ ഭയങ്കര പ്രൗഡാണ് നിൻ്റെ. ഇപ്പോൾ ടോക്സിക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മോ, കാരണം ഏറ്റവും അവന് എൻ്റെ ടോക്സിസിറ്റി കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും ടോക്സിക് അല്ലെങ്കിലും ഇത്രയും ടോക്സിക് അല്ലെങ്കിലും നമുക്കൊരു ചെറിയ ജെലസ് ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണല്ലോ. അപ്പോൾ ഇത്രയും മാരകമായി അഭിനയിച്ചത് കണ്ടപ്പോൾ അവനും വിചാരിച്ചു നിനക്ക് കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എൻ്റെ അടുത്ത് എടുക്കരുത് എന്ന്. അങ്ങനെ അല്ല ഈ പറഞ്ഞ പോലെ ജോക്സ് അപ്പാർട്ട്, നമ്മുടെ ഇവരെ മാരീഡ് ലൈഫ് പോലെ അല്ലല്ലോ റിലേഷൻഷിപ്പ് ടൈമിൽ. ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന പോലും മേ ബി ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. അവൻ്റെ പേര് പറയുന്നതും ഒക്കെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ സെയിം നെയിമാണ്, ഗോകുൽ ആണ്. അപ്പം അവൻ ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും പോലെ, എൻ്റെ കുടുംബക്കാർ വേറെ മാമന്മാർ അവരെല്ലാവരെയും പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ആണ് അവനെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഹോം പേഴ്സൺ ആണ് അവനും. അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് അതങ്ങനെ തന്നെ പോട്ടെ, വിത്തൗട്ട് എനി ഈവിളൈ ഇങ്ങനെ പോട്ടെ. എല്ലാം മനസ്സിലായി, എല്ലാം നല്ല രസമുണ്ടെന്ന് കേൾക്കാൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 2 പാർട്ട്നേഴ്സിന്റെ പേര് സെയിം ആന്ന് പറഞ്ഞാൽ എന്തിനാ കൺഫ്യൂഷൻ എന്തുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഗോകുൽ എൻ്റെ ഹസ്ബൻഡിന്റെ പേരും ഗോകുലാണ്, അതുകൊണ്ട് പറഞ്ഞത്. മറ്റേതാണ് ഗംഭീരമായിട്ട് ഞാൻ അഭിനയിച്ചത് കണ്ട് അവൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അത് പറയണോ? അല്ല അതാണ് അത് നേരത്തെ ചോദിച്ചത്, നമുക്ക് തന്നെ അഭിനയിച്ചിട്ട് പ്രൗഡായിട്ട് തോന്നിയ മൊമെന്റ്സ് ഉണ്ടോന്നുള്ളത്. ഉറപ്പായിട്ടും. അല്ല, അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
എൻ്റെ അടുത്ത് ലാസ്റ്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ചേട്ടാ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഞാൻ ഇന്ന് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫുഡ് കഴിച്ചു വെച്ചോ, നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു, ആ ഫുഡ് എങ്ങനെയുണ്ട്, നന്നായിരുന്നു, അല്ലെങ്കിൽ കൊള്ളൂല, ഇതല്ലേ? അപ്പൊ അതുപോലെ പക്ഷെ അത് കുക്ക് പറയരുത്, ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി. ഞാൻ ഒരു പോയിന്റ് എങ്ങനെയെങ്കിലും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല, ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കഴിഞ്ഞ ഷൂട്ട് കുറച്ച് ഹെക്ടിക് ആയിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു ഷൂട്ട്, ഫുൾ ഷൂട്ടായിരുന്നു, സാറ്റർഡേ സൺഡേ മുഴുക്ക എടുത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നാണ് ഉറങ്ങിയത് അന്നേ ദിവസം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഞാൻ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണല്ലേ, ഓക്കെ. എല്ലാവരും നല്ല ആക്ടേഴ്സുമാണ്. നമ്മുടെ തമാശക്ക് പറയുന്നത് ഇതൊക്കെ ഗംഭീര ആക്ടേഴ്സാണ്, രക്ഷയില്ല. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾ ചെയ്തു, അതിനകത്ത് ഇഷ്ടപ്പെട്ടതും പെടാതെയും ചെയ്ത പല ക്യാരക്ടേഴ്സ് കാണും, പക്ഷെ മനസ്സിലേക്ക് എടുത്ത ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കിപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ വൈഫ് അണേബിൾ ടു ഫോർഗെറ്റ് ലവർ എന്നൊരു എപ്പിസോഡ് നമ്മൾ രണ്ടുപേരും ചെയ്തൊരു സാധനമാണ്. അതിൽ ലൈക്ക് ലവർ മരിക്കുന്നു, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാതെ ഒരു കല്യാണം കഴിക്കേണ്ടി വരുന്നു, അതിൽ ഭയങ്കര ട്രോമയായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻ ഔട്ടായി ആണ് ത്രൂ ഔട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിലിതുപോലെ കരയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതെനിക്ക് ഗ്ലിസറിനൊന്നും ഇടാതെ തന്നെ എനിക്ക് വന്നു. ആക്ച്വലി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ആ ഒരു ടൈമിൽ റിയലി കരഞ്ഞ് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ അതുപോലെ സംടൈംസ് പൊതുവെ അങ്ങനെ അകത്തോട്ട് എടുക്കണ പരിപാടി അങ്ങനെ ചിന്തിക്കാറില്ല. അതങ്ങനെയല്ല, അല്ല അതുകൊണ്ടല്ല, ആ സമയത്ത് ആ സീനിന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ആ ചെയ്യുന്ന കൊള്ളാമോ ഇല്ല നമുക്കങ്ങനെ അറിയത്തില്ല. എനിക്ക് പൊതുവെ എൻ്റെ വർക്കുകൾ ഇഷ്ടമല്ല. എനിക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ രണ്ടാമത് കാണാൻ ഒക്കെ ഭയങ്കര വിമുഖതയുള്ള ആളാണ്. പക്ഷെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ സന്തോഷം, കൊള്ളാന്ന് പറയുന്ന സന്തോഷം, ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ആ സമയത്ത് അപ്പം എന്താണോ തോന്നുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് എന്താണോ എനിക്ക് തോന്നുന്നത്, ഞാൻ അത് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ ജോളി അടിച്ചിരിക്കുക, വീണ്ടും അടുത്ത വിളിക്കുമ്പോൾ പോയി ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അതാണ് ഇഷ്ടം, ആ പ്രോസസ്സാണ് ഇഷ്ടം. ഇതിനു വേണ്ടി ഇങ്ങനെ ആലോചിച്ച് രാവിലെ തൊട്ട് പിന്നെ നമ്മൾ മറ്റേ മെന്റലായിട്ടൊക്കെ അഭിനയിക്കണമെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ആലോചിച്ച അന്യനായിട്ടൊക്കെ വിക്രം അഭിനയിച്ചപ്പോഴേ ഇയാള് മെത്തേഡ് ആക്ടിങ്, ഇയാള് വീട്ടില് പുട്ടും കട പുട്ടുകൊണ്ടുവാ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇയാൾക്ക് ത്രൂ ഔട്ട് ഈ സിനിമ തീരും വരെ അങ്ങനെ ഇരിക്കുക, ഒരു മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറ്റേ നമുക്ക് ഇതൊരു നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയായിട്ട് നമ്മൾ ചെയ്യുക. തീർന്നു പണി കഴിയും. അത് കഴിയുന്ന ആ പരിപാടി ആ സമയത്ത് ചെയ്യാൻ വിടുക, അതാണ് നല്ലത്. സരിനോ? ഞാനും സെയിം ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് ക്യാരക്ടർ മനസ്സിലാക്കി ആക്ഷൻ്റെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കമ്പനിയൊക്കെ അടിച്ച് സംസാരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇമോഷണൽ സാധനം ചെയ്യാണ്, അപ്പോൾ ഞാൻ മിണ്ടാതെ മാറി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബോണ്ട് ഉണ്ടാവില്ല ആർട്ടിസ്റ്റ് നമ്മൾ ആ ഷോട്ടിൻ്റെ സമയത്ത് ആക്ഷൻ പറഞ്ഞതിന് ഒരു റെഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും ക്യാരക്ടർ ഇതാണ്, നമ്മൾ ആ മൂഡിലേക്ക് കയറാൻ ശ്രമിക്കുക. എന്നിട്ട് ഡയലോഗ്സ് മനസ്സിലുണ്ടാവും, എന്നിട്ട് അത് എക്സാക്ട്ലി ആയിരിക്കില്ല, ഓർഗാനിക്കലി ആ ക്യാരക്ടർ എന്താണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് പറയുക. എവിടെയും അങ്ങനെയാണ് ഇതുവരെ ചെയ്യാറുള്ളത്. അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നേരത്തെ സുജിത് ബ്രോ പറഞ്ഞ പോലെ ഇവര് സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാലും ആ സമയത്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് വരും. നമുക്ക് അത് ഇതുപോലെ നിങ്ങൾ പറയേണ്ട, പക്ഷേ ഈ പരിപാടി കിട്ടണം, ഈ സാധനം കിട്ടണം, നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ തോന്നുന്നത് ആ മീറ്ററിൽ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു പരിപാടി. അപ്പം നമുക്ക് അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് നമ്മുടെ ഇരുന്ന് പഠിക്കേണ്ട പരിപാടി ഇല്ല. അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആണ് അവിടെ. പിന്നെ ചില എൻഡിങ് വേർഡ്സ് മാത്രം അവർക്ക് അടുത്ത് പിടിക്കണമെങ്കിൽ അങ്ങനത്തെ വേർഡ്സ് മാത്രം ഒന്ന് മനസ്സിൽ വെക്കും, അല്ലാതെ ബാക്കി നമ്മൾ മിസ്സായി പോകാൻ പാടില്ലാത്ത പോയിന്റുകളോ ചില കീ വേർഡ്സോ ഉണ്ട്, കണക്ഷൻ ഡയലോഗുകൾ ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആണ് ചെയ്യാൻ. അപ്പം അത് ഒരു പിന്നെ ഒരു മെയിൻ കാര്യം ഓർഗാനിക്കായിട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡബ്ബ് പരിപാടി അങ്ങനെയല്ലല്ലോ, നമ്മൾ മൈക്ക് ഇതാണ്. അപ്പം നമ്മുടെ ചെറിയ ഒരു മൂളൽ ഇതൊക്കെ എവിഡൻ്റ് ആയിട്ട് കിട്ടും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്യാരക്ടേഴ്സിന്. പിന്നെ ഇപ്പം നേരത്തെ രേവതിയോട് ചോദിച്ച പോലത്തെ ചോദ്യം, ഇപ്പം ക്യാരക്ടേഴ്സിൻ്റെ കാര്യം ചോദിച്ചല്ലോ. ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് എന്താ പറയുക, നമുക്ക് കഥ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പം ഇവളിപ്പം റീസെൻ്റ്ലി ചെയ്ത സൈക്കോ ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് അവൾ നോർമലി നമ്മൾ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുക, പക്ഷെ ആ ഒരു ആക്ഷൻ പറഞ്ഞിട്ട് തൊട്ട് മുമ്പ് ഇതാണ് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും. അതിനല്ലേ പ്രോസസ്സ് അല്ലേ? അല്ല, ഇവര് വേറൊരു കാര്യം, ഈ പറഞ്ഞ ചേച്ചി ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗിവ് ആൻഡ് ടേക്ക്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ആചരിച്ചുകൊണ്ടാണ് നീ ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഈ ആ സൈക്കോയുടെ ക്യാരക്ടറിൽ പല കാര്യങ്ങളും എനിക്ക് അഖിലും ചേട്ടനും ചേച്ചിയും ഒക്കെ ഒരു എലമെന്റ്സ് പറഞ്ഞു തരും. നീ അങ്ങനെ ഒന്ന് മീറ്റർ മാറ്റി നോക്ക് എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോഴായിരിക്കും മേ ബി സക്സസ് ആയിരിക്കുന്നത്, അല്ല ഞാൻ ചെയ്യുന്ന രീതിയായിരിക്കും ചിലപ്പം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാരക്ടറിൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ ശ്രീദർശൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ശ്രീദർശനും ഞാനും എപ്പോഴും ഒരു ബ്രദർ സിസ്റ്റർ, ഭയങ്കര അങ്ങനെ ഒരു എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് താറ്റുക, അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ചേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ എൻ്റെ കയ്യിൽ നിന്ന്
നിന്ന് പോയി. അതായത് ചേട്ടൻ എൻ്റെ ചേട്ടനായിട്ട് അതിൽ അഭിനയിക്കുകയാണ്, ഞാൻ ചേട്ടനെ ചതിക്കുന്നു, അവസാനം പിടിക്കപ്പെടുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി വളരെ പുള്ളിയും നാച്ചുറലി എൻ്റെ മുഖത്ത് നോക്കി എന്നെ കുറ്റപ്പെടുത്തി. ഞാനതങ്ങ് അകത്തെടുത്ത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഞാൻ അകത്തെടുത്തപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഫുൾ കരഞ്ഞു മെഴുകി, അവിടെ ഭയങ്കര സീനായി. ക്ലൈമാക്സ് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് അതെടുത്തത്. സോ അത് അങ്ങനെയൊക്കെയും സംഭവിക്കാറുണ്ട് ഇവിടെ. SK ടോക്സിന് പിന്നെ ഇതുപോലെ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് നല്ല ഷോർട്ട് ഫിലിംസ് ചെയ്യുക. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു പുതിയതായിട്ട് പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫാണെങ്കിലും അതിനെപ്പറ്റി റിസർച്ചൊക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനത്തെ പ്രൊജക്റ്റുകളും കാണാൻ കഴിയും. എങ്ങനെയാണ്, ജെന്റിൽ പാരന്റിംഗ് ആണോ അതോ മല്ലു പാരന്റിംഗ് ആണോ? ഇല്ല ലൈക്ക് പാരന്റിങ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു വലിയൊരു ആഴക്കടലാണെന്ന്. കുഞ്ഞാവുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ആ സാധനം പഠിക്കുന്നത്. ഒരു വയസ്സ്. അപ്പോൾ ഞങ്ങൾ വളരെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും പാരന്റിങ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. കുഞ്ഞിനെ വെച്ചുള്ള പരിപാടി അല്ല എന്നുള്ളത് വ്യക്തമായി അറിയാം. എന്തായാലും കൊച്ച് നമ്മളെ പോലെ ഇരിക്കുള്ളൂ, നമ്മൾ നന്നായാൽ മതി. അതായത് കൊച്ചിനെ നന്നാക്കാൻ ശ്രമിക്കുന്നതല്ല, നമ്മൾ സ്വയം നന്നാവുന്നതാണ് പാരന്റിങ് എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് സ്വയം നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോഴേ ഒരു അച്ഛനും അമ്മയും കൂടെ ജനിക്കുകയാണ്. നമുക്കും അറിയില്ല എന്താണ് പറയാൻ വെച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നി എന്നോട് ചെയ്യാൻ? പണ്ടൊരു സിനിമയിലുണ്ടായാലോ, സ്വന്തം ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ ബ്രോഡാഡിയില് ആണ്. ഞാനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അടിക്കാൻ കറക്റ്റ് ടൈമിങ് നോക്കിക്കുമ്പോ അപ്പുറത്തുനിന്ന് അതാണ് പറഞ്ഞത്. ലൈക്ക് പാരന്റിങ് വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹം തന്നെ മാറും. അത് എനിക്ക് 100% ഉറപ്പുള്ള. എല്ലാ പാരന്റ്സും എല്ലാവരും സ്വന്തമായിട്ട് നന്നായാൽ അടുത്ത തലമുറ താനേ നന്നായിക്കോളും. അത് പിന്നെ ഫ്യൂച്ചർ ജനറേഷനെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതായത് എല്ലായിടത്തും അവിടുത്തെ ഒരു മെയിൻ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ പാരന്റിങ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ ഇനിയൊരു ഇത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ലൈക്ക് അറ്റ്ലീസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അല്ല, പാരന്റിങ് എന്ന് പറയുന്നത് ബേസിക്കലി ലൈക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓരോ ആക്ഷൻ കോൺഷ്യസ് ആവുക ഏതൊരു സിറ്റുവേഷനിൽ. അതാണ് ബേസിക്കലി നമ്മൾ ആ ഒരു കോൺഷ്യസ്നെസ്സിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് താനേ ബെറ്റർ ആവും. അത് കാണാൻ, അതായത് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻസ് മാത്രം ചെയ്യുക. ഇതാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ ആ എൻവയോൺമെൻറ്റ് അടിപൊളിയാവും. ഇപ്പോൾ ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഡിസൈഡ് ചെയ്തതാണ് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതായത് എൻ്റെ ലൈക്ക് പാരൻസ്, എൻ്റെ വൈഫിൻ്റെ പാരൻസ്. അപ്പോൾ വൈഫിനും ലൈക്ക് ഒരു ഉണ്ടല്ലോ, അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് വൈഫ്. അപ്പം നമ്മളെല്ലാവരും അപ്പോൾ ആ കുഞ്ഞിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർ വരുമ്പോൾ എല്ലാവരും ഒരു 8 പേരുണ്ട് കുഞ്ഞിനെ നോക്കാൻ തരാം. അപ്പോൾ അത് അപ്പോഴാണ് കുഞ്ഞ് ത്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല ത്രൈവ് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാവി പ്ലാൻസ് കേട്ടു, SKJ ടോക്സിൻ്റെ ഭാവി പ്ലാൻസ് കേട്ടു. നിങ്ങളുടെ ഇനിയുള്ള എല്ലാ വെഞ്ചേഴ്സിനും, അതായത് ഇനി സിനിമയിലേക്ക് പോകുന്നവർക്കും പോവാത്തവർക്കും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭാവി നേരുന്നു ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ടീം. ഓക്കെ, സ്റ്റോറി ഹൗസിൻ്റെ ടീം നിങ്ങൾക്കൊരു നല്ല ഭാവി നേരുന്നു. അപ്പോൾ ഇത്രയും നേരം സഹിച്ചതിനും ഞാൻ സഹിച്ചതിനും കേട്ടോ, അടുത്തിരുന്ന് ഞാൻ സഹിച്ചതിനും എനിക്കും നിങ്ങൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്.